ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പൈനാറിൻ്റെ കാർ DVD ആണ്. നമുക്കൊരാൾ കൊറിയർ അയച്ചു തന്നതാണ്. ഇതിൻ്റെ ഓഡിയോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ചില സമയത്ത് ഓഡിയോ തന്നെ വർക്ക് ചെയ്യും, ചിലപ്പോൾ ഓഡിയോ സൗണ്ട് കൂടിപ്പോവും, അല്ലെങ്കിൽ ഭയങ്കര പതർച്ചയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം വണ്ടി കടിക്കുന്ന സമയത്ത് ഡാഷിനകത്ത് വെള്ളം അടിച്ച് അങ്ങനെ പ്രശ്നമായെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വയറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓണാക്കി നോക്കാം. സെറ്റിലെല്ലാം ഓണായിട്ടുണ്ട്. ഓഡിയോ ആണെന്ന് പറഞ്ഞു. ചില സമയത്ത് ഓഡിയോ വർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇപ്പം ക്ലിയറായി. അപ്പോൾ സാധനം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പണ്ടത്തെ പോലെ ആവുന്നതാണ്. അതിൻ്റെ വീഡിയോ എനിക്ക് നേരത്തെ അയച്ചു തന്നായിരുന്നു. ഓഫ് ചെയ്തിട്ട് ഓണാക്കി നോക്കാം. വീണ്ടും പൊട്ടലുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അയച്ചൊന്ന് പീസാക്കാം. നിലവിൽ കുറച്ച് പൊട്ടലുണ്ട്.
ഐസിക്കുള്ള 8 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിന് ഇപ്പുറത്തെ കപ്പാസിറ്റർ ഒരു 3 വോൾട്ട് കാണിക്കേണ്ടതാണ്. അവിടെ വോൾട്ട് കുറവാണ് കാണിക്കുന്നത്. വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് പിന്നെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി സൗണ്ട് കയറ്റി വെച്ച് നോക്കാം. നിലവിൽ ഓഡിയോ പ്രോസസ്സറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പം അതിനെ പൊക്കിയെടുക്കാം. അതിനെ പൊക്കിയെടുത്തിട്ട് ഒന്ന് മാറ്റിയിടാം. അത് മാറ്റിയിട്ടതിന് ശേഷം വോൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. നിലവിൽ ഓഡിയോ പ്രോസസ്സറിനകത്ത് നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും വേറെ ഇടാം. വേറെ ഇട്ടിട്ട് നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊന്ന് മാറ്റിയിടാം. ഇതാണിത് കിടന്നത്, ഇത് പുതിയത്. അപ്പോൾ എന്തായാലും ഒന്ന് മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഐസിനിൽ മാറ്റിയിട്ടിട്ടുണ്ട്. മാറ്റിയിട്ട് പക്കായിട്ട് സോൾഡർ ചെയ്തു ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം, നേരത്തെ പോലെ പൊട്ടല കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. പവർ ഓൺ ആയിട്ടുണ്ട്. നിലവിൽ ഓഡിയോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് ഡ്രോപ്പായി പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയേക്കാം. നേരത്തെ ആ 3 വോൾട്ട് വരേണ്ടടുത്ത് വോൾട്ട് കുറവായിരുന്നു. ഇപ്പോൾ 3 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. സംഭവമൊക്കെ ആയിട്ടുണ്ട്. എല്ലാം കൂടെ അടച്ചു പൂട്ടാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.